ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യാൻ നോക്ക്. നവീൻ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഈ കാര്യത്തിൽ ഒന്നും എനിക്കിനി ആലോചിക്കാനില്ല. താൻ എന്റെ ഭാര്യ. ഈ കാര്യത്തിൽ താൻ എന്നെ അനുസരിച്ചേ പറ്റൂ. എടോ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണ്ടേ? മാണിക്കുഞ്ഞ്, ടിക്കറ്റിന്റെ കാര്യം എന്തായി? എത്രയും പെട്ടെന്ന് ശരിയാക്കണം. എന്നിട്ട് താൻ ഇങ്ങോട്ട് വന്നാൽ മതി. മോനെ, നവീൻ, നീ മുത്തശ്ശി കണ്ടെന്ന് സംസാരിക്കേ. മുത്തശ്ശി വല്ലാതെ വിഷമിച്ചിരിക്കുക. അതിന്റെ ആവശ്യമില്ല. ഇനി പറയാനൊന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇപ്പൊ ചിന്തിക്കുന്നത് നിന്നെ കുറിച്ച് മാത്ര. പക്ഷെ മുത്തശ്ശിക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല. ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിനെ കുറിച്ചും മുത്തശ്ശിക്ക് ചിന്തിച്ചേ പറ്റൂ. എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയാ മുത്തശ്ശി. വേണ്ടച്ച, ഇനിയൊരു തർക്കത്തിന് എനിക്ക് താല്പര്യമില്ല. ഞാനും ഗാഥയും കുറച്ച് കഴിഞ്ഞ് അവിടുന്ന് പോവും. ഇപ്പൊ ഞങ്ങൾ ബോംബെയിലേക്കാ പോകുന്നത്. 1-2 ദിവസം കഴിഞ്ഞാൽ അവിടുന്ന് വിദേശത്തേക്കും. പിന്നെ ഒരിക്കലും ഈ ശാപം പിടിച്ച കുടുംബത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരില്ല. മോനെ, ശാപം കളരിക്കൽ തറവാടനല്ലേ? ശാപത്തിന് കാരണക്കാരായ നാഗങ്ങള് ഫ്ലൈറ്റ് കയറി വിദേശത്തേക്ക് വരുമൊന്നുമില്ലല്ലോ. കുടുംബവും ശാപവും ആചാരങ്ങളെല്ലാം ഇവിടെ തുടർന്നോട്ടെ. ഞങ്ങൾക്ക് ജീവിക്കണം. അതിനൊരു തടസ്സം ഇനി ഞാൻ അനുവദിക്കില്ല. ശാപത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ശാപം ഏത് രീതിയിൽ വേണമെങ്കിലും നിന്നെ പിന്തുടരുമെന്ന് വിശ്വസിക്കണം. ഇപ്പൊ നീ നടത്തുന്നത് ഒളിച്ചോട്ടമാണ്. ആ ഒളിച്ചോട്ടത്തിന് നിന്നെ രക്ഷിക്കാനാവില്ല. അനുഭവം കൊണ്ട് പറയുന്നതാ. എന്താ നവീൻ ഇത്? അച്ഛൻ പൊയ്ക്കോ. വീണ്ടും വീണ്ടും എതിർവാക്കുകൾ തന്നെ പറഞ്ഞ എനിക്ക് തിരിച്ച് മറുപടി പറയേണ്ടി വരും. എന്നേക്കുമായി ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെല്ല്. ഗാഥ, താനെന്താ നോക്കി നിൽക്കുന്നേ? തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവര് ഇനിയും പല അഭ്യർത്ഥനയുമായിട്ട് തന്റെ മുന്നിൽ വരും. അതിനൊന്നും നിന്ന് കൊടുക്കരുത്. പെട്ടെന്ന് റെഡിയാവും. നവീൻ, എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ച് എത്ര ദൂരേക്ക് പോയാലും നമുക്ക് സമാധാനം കിട്ടുമോ? ഒരിക്കലുമില്ല നവീൻ. അച്ഛനെയും അമ്മയും മുത്തശ്ശിയൊക്കെ നവീൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ 1000 ഇരട്ടി അവര് നവീനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. എല്ലാം വെട്ടിമുറിക്കാനൊക്കെ എളുപ്പാ. ദൂരം കൂടിയതുകൊണ്ട് മാത്രം അവരിൽ നിന്ന് നമുക്ക് അകലാനൊന്നും പറ്റില്ല.